ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നിഫ്റ്റിയുടെ ലൈവ് അനാലിസിസ് നോക്കാം. സോ ഇപ്പം നിഫ്റ്റി പ്രീ ഓപ്പൺ മാർക്കറ്റിൽ 24,361 ഓപ്പൺ ആകുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ തന്നെയാണ് നിഫ്റ്റി ഓപ്പൺ ആകുന്നത്. സോ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,500 എബോവ് ആണ്. സോ മാർക്കറ്റ് ഈ ഒരു 24,350 എന്ന് പറയുന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം മാർക്കറ്റ് ഒരു 400, 450, 500 ആ റേഞ്ചിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സോ 350 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. അതായത് 24,250 ആ ഒരു റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ കറണ്ട് ലെവൽ ഓപ്പൺ ചെയ്യുന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്യാതെ താഴെ വന്നു കഴിഞ്ഞാൽ 24,250 മാർക്കറ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം 350 എബോവ് സസ്റ്റെയിൻ ചെയ്യുന്നൊരു മാർക്കറ്റാണ് എങ്കിൽ നമുക്ക് 24,500 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മൂവ് ഇന്നും അതുപോലെ തന്നെ മൺഡേ ഒക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് സബ്ജക്റ്റ് ടു അതർ ഇവൻറ്റ്സ് ആണ്. സോ ഇതിപ്പോൾ ക്ലിയർ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് മാത്രം പറഞ്ഞ ലെവലുകളും ആ ഒരു മൂവ്മെൻറ്റ് പ്രഡിക്ഷനുമാണ്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പറഞ്ഞൊരു വ്യൂ ആണ്. ഇതിനിടയിൽ ഇവൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്യും. സോ ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും ഇതനുസരിച്ച് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ ക്ലിയർ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലെവലുകൾ പറഞ്ഞതാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ 350 റേഞ്ചിലേക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനിപ്പം 350 എബോവ് അല്ലെങ്കിൽ 350 ബിലോ ആണോ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് നോക്കിയിട്ട് നെക്സ്റ്റ് നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.